നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മേഴത്തൂർ സെന്ററിന് സമീപം മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ഇരുപ്പക്കോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപം ബുധനാഴ്ച കാലത്ത് 10:30 അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുമായി തൃത്താല ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. സമീപത്തായി വീട് നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കായിരുന്നു ലോറി മറിഞ്ഞതെങ്കിലും അപകട സമയത്ത് പരിസരത്ത് ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വാഹനത്തിലെ യാത്രക്കാരും പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തുടർന്ന് വൈകിട്ട് 4:30 ക്രെയിൻ എത്തിച്ച ശേഷമാണ് താഴ്ചയിൽ നിന്നും ലോറി റോഡരികിലേക്ക് എത്തിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുതുതല പഞ്ചായത്തിൽ LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. മുഹമ്മദ് മുഹസിൻ MLA പ്രകാശനം നിർവഹിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്തിലാണ് LDFന്റെ തിരഞ്ഞെടുപ്പ് പത്രിക പ്രകാശനം ചെയ്തത്. മുഹമ്മദ് മുഹസിൻ MLA പ്രകാശനം നിർവഹിച്ചു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്ന സമീപനമാണ് LDF സ്വീകരിച്ചു വരാറുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA സൂചിപ്പിച്ചു. പ്രകടന പത്രികയെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് പ്രകടന പത്രിക എന്ന് പറയുന്നത് വെറുതെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനെ, ഇപ്പോ ഗവർണറായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് നമുക്കറിയാം. 50 രൂപയ്ക്ക് പെട്രോളും അതോടൊപ്പം തന്നെ 10 കോടിയോളം വരുന്ന ആളുകൾക്ക് തൊഴിലും നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ അത്തരം ആളുകൾ പറയുകയും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റു ചില കൂട്ടരെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഇലക്ഷന്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി അതാണ് പ്രകടന പത്രിക എന്ന് പറയുകയും ഇലക്ഷൻ കഴിയുമ്പോൾ അതെന്താണെന്ന് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു കൂട്ടരുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. പ്രകടന പത്രിക എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വികസന കാഴ്ചപ്പാടാണ്. അത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ് എന്ന് ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം തെളിയിച്ചിട്ടുള്ളതാണ്. ഈ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. നേതാക്കളായ TK നാരായണദാസ്, P ഷൺമുഖൻ, PM ഉഷ, CM നീലകണ്ഠൻ, മറ്റു സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവേഗപ്പുറയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. 29 സെന്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. തിരുവേഗപ്പുറയിൽ നിന്നും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനുവും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 29 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി പരിശോധനയിൽ കണ്ടെത്തിയത്. നട്ടുവളർത്തിയ നിലയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. തിരുവേഗപ്പുറ അംഗൻവാടി റോട്ടിൽ പട്ടാമ്പി ബ്ലോക്കിന് കീഴിലുള്ള മഹിളാ സമാജം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപത്തു നിന്നുമാണ് 29 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൽമാൻ റസാലി, KO പ്രസന്നൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ് എന്നിവരും ഉണ്ടായിരുന്നു. പട്ടാമ്പി മുതുതല ആമയൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. അഴുക്കുചാലുകളുടെയും ഓവുപാലങ്ങളുടെയും പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം റബ്ബറൈസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിക്കും. പട്ടാമ്പിയിൽ നിന്നും കൊപ്പം, പള്ളിപ്പുറം, തിരുവേഗപ്പുറ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. 2 വർഷങ്ങൾക്ക് മുമ്പ് പാതയുടെ പട്ടാമ്പി മുതൽ കൊടുമുണ്ട യാറം വരെയുള്ള ഭാഗം നവീകരിച്ചിരുന്നു. തുടർന്നുള്ള 6 കിലോമീറ്ററോളം വരുന്ന ഭാഗത്തെ നവീകരണമാണ് നടത്താനുണ്ടായിരുന്നത്. പല കാരണങ്ങളാലും പ്രവൃത്തികൾ നീളുകയായിരുന്നു. കൊടുമുണ്ട മുതൽ മുതുതല പുതുപ്പാലം വരെയുള്ള 2.5 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് ഇപ്പോൾ നവീകരിക്കുന്നത്. 5.5 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തികൾ നടത്തുക. ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം ഓവുപാലങ്ങളുടെ നിർമ്മാണവും തുടങ്ങി. 6 ഇടങ്ങളിലാണ് ഓവുപാലങ്ങൾ പുതുക്കി പണിയുന്നത്. ഇതിൽ 4 ഇടങ്ങളിലെ പ്രവൃത്തികളാണ് ആരംഭിച്ചത്. മാർച്ച് മാസത്തോടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. തുടർന്ന് 2ാം ഘട്ട പ്രവൃത്തികൾ പുതുപ്പാലം മുതൽ ആരംഭിക്കാനാണ് പദ്ധതി. പുതുപ്പാലം പുതുക്കി പണിയുന്ന പ്രവൃത്തികളും നടപ്പാക്കും. പുതുപ്പാലം മുതൽ തൃത്താല കൊപ്പം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ കിഫ്ബിയുടെ മേൽനോട്ടത്തിലാണ് നടപ്പാക്കുക. പട്ടാമ്പിയിൽ ലോക ഭിന്നശേഷി ദിനാചരണം നടത്തി. BRCയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഭിന്നശേഷി വാരാചരണം 6-ന് സമാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമൂഹശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ പട്ടാമ്പി BRCയിലാണ് ലോക ഭിന്നശേഷി ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത്. ഒരാഴ്ചക്കാലം നിലനിൽക്കുന്ന ഭിന്നശേഷി വാരാചരണവും BRCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ദിനാചരണം പട്ടാമ്പി HM ഫോറം കൺവീനർ PM പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ M ഷഹീദ് അലി, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ VP മനോജ്,
പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ PT മൊയ്തീൻകുട്ടി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ PK സൈനബ, M പ്രസന്ന, MK സോന, C സന്ദീപ്, M അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് വിജയികളായവരെ ചടങ്ങിൽ അനുമോദിച്ചു. കടന്നു വന്നത് എനിക്കറിയാം കൃത്യമായിട്ട്. കാരണം ഞാനൊരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് എൻ്റെ ഉപ്പക്ക് മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്നുള്ളത് കൊണ്ട് മാഷായ ഒരാളാണ്. എൻ്റെ അതേ പ്രായത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന പല ആളുകൾക്കും സ്കൂളിലെ വരാൻ പറ്റാതെ, അതല്ലെങ്കിൽ LP ക്ലാസുകളിൽ അവരുടെ പഠനം നഷ്ടപ്പെട്ട് പോയ കുട്ടികളുണ്ട്. ഇപ്പോഴും ചില കുട്ടികളെങ്കിലും അതുപോലെ സ്കൂളിൽ വരാതെ രണ്ട് തരം പ്രശ്നമുണ്ടായത്. ഒന്ന്, രക്ഷിതാക്കളുടെ കോൺഗ്രസ്. 10 വയസ്സ് വരെ കുട്ടിയെ സ്കൂളിലെ ചേർക്കാതെ കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ വർഷം ഇവിടെ കൊണ്ടുവന്ന് ഒരു കുട്ടിയെ ചേർക്കണ്ടായി. അത് ടീച്ചർമാരുടെ നിർബന്ധത്തിന് എന്തിനു വേണ്ടിയിട്ട്? സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്. അത് മാറി മാറി താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കുട്ടിനെ സ്കൂളിൽ ചേർക്കുന്നില്ല. അവർക്ക് അതൊരു അഭിമാന പ്രശ്നമാണ്. അങ്ങനത്തെ രക്ഷിതാക്കളുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. വാരാചരണത്തിന്റെ ഭാഗമായി വിളംബര റാലി, ബിഗ് ക്യാൻവാസ്, സ്കൂൾ സ്പെഷ്യൽ അസംബ്ലി, പോസ്റ്റർ രചനാ മത്സരങ്ങൾ, ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ, കുട്ടികളുടെ കലാപരിപാടികൾ, രക്ഷിതാക്കളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, CRC കോർഡിനേറ്റേഴ്സ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, BRC പ്രവർത്തകർ എന്നിവർ ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൃത്താല BRCയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. പ്രിൻസിപ്പൽ PB ഷെൽജ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ E ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃത്താല BPC ദേവരാജ്, BRC ട്രെയിനർ VP ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. തൃത്താല BRCയുടെ കീഴിലുള്ള ഓട്ടിസം സെന്ററിലെ കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച തുണിസഞ്ചിയുടെ ആദ്യ വിതരണം ചടങ്ങിൽ നടന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മി സ്കൂൾ പ്രിൻസിപ്പാളിന് നൽകിക്കൊണ്ട് ആദ്യ വിതരണം നിർവഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രത്യേക അസംബ്ലിയും വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വിളംബര ജാഥയും നടത്തി. JRC, ലിറ്റിൽ കൈറ്റ്സ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ ക്ലബ് അംഗങ്ങൾ ജാഥയിൽ പങ്കെടുത്തു. പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. രാവിലെ തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണവും വൈകിട്ട് ദീപം തെളിയിക്കലും ഉണ്ടാകും. പട്ടാമ്പി പന്തക്കൽ ബോധിക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. നാളെ രാവിലെ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം നടക്കും. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അടുപ്പുകളിലേക്ക് ഭക്തജനങ്ങൾ സ്വയം നിവേദ്യം തയ്യാറാക്കി പന്തക്കലമ്മയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് തിരുപ്പുറത്ത് നിവേദ്യം. തുടർന്ന് കാർത്തിക ഊട്ടും ഉണ്ടായിരിക്കും. വൈകിട്ട് 1/4 ലക്ഷദീപം തെളിയിക്കും. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ബാലികമാരിൽ നിന്നും നറുക്കെടുക്കുന്ന 25 പേർ ചേർന്നാണ് ദീപം തെളിയിക്കുക. തുടർന്ന് ഭക്തിഗാനസ്തുതയും രാത്രി എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തൃക്കാർത്തികയുടെ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി സത്യനാരായണൻ മറ്റു ഭാരവാഹികളും അറിയിച്ചു. ക്ഷേത്രതന്ത്രി ശ്രീധരൻ ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 5 മണിയോടുകൂടി ഗണപതി ഹോമം ആരംഭിക്കും. തുടർന്ന് നവകം, പഞ്ചഗവ്യം, സുഹൃതഹോമം മുതലായവയോടുകൂടി തന്ത്രിയുടെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം 8:15 തിരുപ്പുറത്ത് നിവേദ്യം ഭഗവതിക്ക് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങാണ്. അമ്മമാരുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമം നടക്കുന്നതാണ്. അത് തുടർന്ന് ഭക്തി പ്രഭാഷണം. അതിനുശേഷം 11:30 കാർത്തിക ഊട്ട് ക്ഷേത്ര പരിസരത്ത് നടക്കുന്നതായിരിക്കും. പിന്നീട് വൈകുന്നേരം 5 മണിക്ക് ഈ വർഷത്തെ 1/4 ലക്ഷ ദീപ സമർപ്പണം. ഈ തട്ടകത്തെ കുമാരികളായിട്ടുള്ള 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള 25 കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ആദ്യ ദീപ സമർപ്പണം ഉദ്ഘാടനം നടന്നതിന് ശേഷം ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങളും ചേർന്ന്
ഈ ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ 25,000 ദീപങ്ങൾ ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ ഭഗവത് സേവ ക്ഷേത്ര പരിസരത്ത് നടക്കുന്നതായിരിക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.